ഇതാണ് കണ്ടോ കട്ടത്തൈര്, അലുവ കഷ്ണം പോലത്തെ തൈര് എടുത്തിടുന്നത് കണ്ടോ. ഇത് എളുപ്പം ഉണ്ടാക്കാവുന്നേ. ആ തൈരല്ല ഉണ്ടാക്കാവുന്നത്, ഞാൻ ഉണ്ടാക്കുന്ന പാവയ്ക്കാപ്പച്ചടിയാണ്. അത് എളുപ്പം ഉണ്ടാക്കാം. ആ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കണ്ടില്ല, എൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുകയാണ്. ആഹാ ഇപ്പം പറയും എല്ലാവരും ഇതാ പറയുന്നത്, അടിപൊളി കൊള്ളാം, മസ്റ്റ് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷേ ഇതങ്ങനെയല്ല, ഉണ്ടാക്കി നോക്കിക്കോളൂ. ഹായ്, ഇന്ന് ഓണമായിട്ട് പാവയ്ക്ക പച്ചടി ഉണ്ടാക്കിയതാണ്. പാവയ്ക്ക പച്ചടിക്ക് വേണ്ടി ഞാൻ 1 കിലോ പാവയ്ക്കയാണ് വാങ്ങിച്ചത്. 1 കിലോ പാവയ്ക്ക കട്ടി കുറഞ്ഞ് അരിഞ്ഞ് ഒരു പാനിൽ വെച്ച് ഞാനത് വറുത്തെടുക്കുകയാണ്. അതിൻ്റെ കൂടത്തിലാണ് വട്ടത്തി അരിഞ്ഞ പച്ചമുളകും ഉണ്ട് കേട്ടോ. പച്ചമുളകും പാവയ്ക്കായും വട്ടത്തിലരിഞ്ഞിട്ട് അത് എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിക്കുകയാണ്. ഒത്തിരി മൂത്ത് പോകരുത്. ഈ വട്ടത്തിൽ സ്ലൈസായിട്ട് അരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് മൂത്ത് പോകും. അതുകൊണ്ട് ഈ പരുവേ ആകാവുള്ളൂ, കരിഞ്ഞു പോകാൻ പാടില്ല. ഈ പരുവത്തിൽ വറുത്ത് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. വലിയ പണി ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് അരപ്പാണ് അരയ്ക്കാനുള്ളത്. കണ്ട തേങ്ങായും ജീരകവും എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പട്ടുപോലെ അരച്ചെടുക്കേണ്ടതാണ്, തേങ്ങായും ജീരകവും. പിന്നെ നമ്മുടെ ഈ പാവയ്ക്ക വറുത്ത് കോരിയ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ വറ്റലും മുളകും കടുകിട്ട് പൊട്ടിച്ചിട്ട് വറ്റലും മുളകും കറിവേപ്പിലയിട്ട് വറുത്ത് മാറ്റി വെക്കുക. അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ച പാവയ്ക്ക വറുത്തതും അരപ്പും വറ്റലും മുളകും കറിവേപ്പിലയും കടുകും പൊട്ടിച്ചതും റെഡി ആയിട്ടുണ്ട്. ഇവിടെ മിക്സ് ചെയ്യുക. അങ്ങോട്ട് മിക്സ് ചെയ്ത് ആ നേരത്തെ നമ്മളെടുത്ത പാത്രത്തിൽ തന്നെ മിക്സ് ചെയ്യുക. എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് തിളക്കട്ടെ. അങ്ങോട്ട് തിളച്ചിട്ട് നമുക്ക് പിന്നീട് ആവശ്യത്തിന് ഉപ്പിടാം. ഇപ്പോൾ തിളക്കട്ടെന്ന് കിടന്നു നമ്മൾ ഇളക്കി അങ്ങോട്ട് ചേർക്കുക. പാവയ്ക്കയുടെ കയ്പൊന്നും അറിയത്തില്ല കേട്ടോ. നമ്മൾ പിന്നെ നമുക്ക് ലാസ്റ്റ് നമ്മൾ തൈര് ചേർക്കുമ്പോൾ പാവയ്ക്കയുടെ കയ്പൊക്കെ അറിയത്തേ ഇല്ല. ഇളക്കി അങ്ങോട്ട് ചേർക്കുക. അങ്ങോട്ട് തിളക്കട്ടെ. തിളച്ച് വരുമ്പോൾ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് വാരി വിതറിയേര്. കണ്ടോ, വാരി വിതറുക. ഒത്തിരി വാരി വിതറത്, വിതറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെക്കാൻ കൊള്ളത്തില്ല. മിൽക്കി മിസ്റ്റിൻ്റെ തൈര് എടുത്തേക്കുന്നത് ഞാൻ, നല്ല കട്ട തൈര്. അലുവ കഷ്ണം പോലത്തെ തൈര് അങ്ങോട്ട് എടുത്തിടുക. ഇതിന് പുളി കുറവാണ്, അതാ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയും. ഒത്തിരി പുളിക്കത്തില്ല, പുളി കൊണ്ട് താനും വലിയ പുളിയില്ല. അലുവ കഷ്ണം പോലെ ആ കട്ട തൈര് അങ്ങോട്ട് തട്ടുക. പ്രത്യേകം ഓർക്കുക, തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല, തിളപ്പിക്കരുത്. ഉപ്പ് വേണമെങ്കിൽ ഒന്നുകൂടെ നോക്കാം. എന്നിട്ട് അവസാനം ടേസ്റ്റ് നോക്കിയാണ് ഇപ്പം പറയും അടിപൊളി, പൊളിച്ച്. അപ്പോൾ ഓണത്തിൻ്റെ ഇന്ന് എൻ്റെ സ്പെഷ്യൽ വിഭവം ഈ പാവയ്ക്ക പച്ചടിയാണ്. ഓക്കെ, ട്രൈ ഇറ്റ്. കമൻറ്റ് ചെയ്യുക, കൊള്ളാമോ എന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു.